ഹലോ സ്റ്റുഡൻസ്, +1 കെമിസ്ട്രി സബ്ജക്റ്റിലെ 6th യൂണിറ്റായ തെർമോഡൈനാമിക്സ്. ഈ ചാപ്റ്ററിലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡിസ്കഷനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ തിയറി പാർട്ട് നോക്കും, അതിൻ്റെ പുറകിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, എന്താണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഇതിൽ രണ്ട് വാക്കുകളാണുള്ളത്, തെർമോ ഡൈനാമിക്സ്. രണ്ട് ഗ്രീക്ക് വേർഡുകളാണ്. തെർമോ എന്നറിയാം, നമുക്കറിയാം ഹീറ്റാണ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മൂവ്മെൻ്റ് ആണ്, മോഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ വർക്ക് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ പവർ എന്നൊക്കെ പറയാം. അപ്പോൾ ഹീറ്റ് ആൻഡ് പവർ അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് എനർജീനെ ഡിനോട്ട് ചെയ്യുന്നതാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഈ ബ്രാഞ്ച് ഓഫ് സയൻസിൽ ഡീൽ ചെയ്യുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അതായത് നമുക്കറിയാം പല ഫിസിക്കലായിട്ടുള്ളതും കെമിക്കലായിട്ടുള്ള പല പ്രോസസ്സുകളും നമുക്ക് നടക്കുന്നുണ്ട്. ആ ഫിസിക്കലായിട്ടുള്ള കെമിക്കൽ പ്രോസസ്സിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അത് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്കതിനെ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് അവയുടെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് തെർമോഡൈനാമിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്, അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് എനർജി അല്ലെങ്കിൽ പവർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്താണ്? ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹീറ്റ് ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻ. എല്ലാ കെമിക്കൽ റിയാക്ഷൻസിലും എന്താണ്, ഹീറ്റ് എനർജി അല്ലെങ്കിൽ എനർജി ചേഞ്ചസ് ആണ് അല്ലേ. ഈ എനർജി ചേഞ്ചസ് എങ്ങനെയൊക്കെ സംഭവിക്കാം? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ലൈറ്റ്, വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. അപ്പം അങ്ങനെ വേരിയസ് ഫോം ഓഫ് എനർജീസ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അപ്പോൾ ഈ തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം കെമിക്കൽ തെർമോഡൈനാമിക്സിൽ അത്തരത്തിലുള്ള ഹീറ്റ് ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് സം ബേസിക് ടേംസ് വിച്ച് ആർ റിക്വയർഡ് ഇൻ ദി സ്റ്റഡി ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുമ്പ് കുറേ ബേസിക് ആയിട്ടുള്ള കുറേ ടെർമിനോളജി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അപ്പോൾ ആ ടെർമിനോളജിയാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വരുന്നതാണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. എന്താണ് സിസ്റ്റം, സറൗണ്ടിങ്? സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഫിസിക്കൽ വേൾഡ്. നമുക്കറിയാം ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളൊന്ന് മനസ്സിലാലോചിക്കാം. നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു കാര്യം പഠിക്കണം, അതായത് പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്, എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്, ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു പാർട്ടിനെ നമ്മൾ എടുക്കുന്നു. നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗത്തിന് എടുക്കും. അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയണത്. അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദി ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഓർ യൂണിവേഴ്സ് ചൂസൺ ഫോർ അവർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സിസ്റ്റം. അപ്പോൾ എന്താണ് സിസ്റ്റം എന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കാം സിസ്റ്റം, അത് നമുക്ക് നോക്കാം. പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ സിസ്റ്റം. ഇറ്റ് മേ ബി എ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ കണ്ടെയ്നർ. ഇപ്പോൾ ഒരു ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ടുണ്ട്, നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്യാസിൽ ഈ പറഞ്ഞ പോലെ പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്, ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു സൊല്യൂഷൻ ഓഫ് സോൾട്ട് ടേക്കൺ ഇൻ എ വെസൽ, സൊല്യൂഷൻ ഓഫ് സോൾട്ട് ടേക്കൺ ഇൻ എ വെസൽ. ഇനി അതിൽ പലതരത്തിലുള്ള ഇഫക്റ്റുകൾ. ഒരു ഗാൽവനിക് സെൽ, ആ ഗാൽവനിക് സെല്ലിൽ നമ്മൾ അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഭാഗത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഒരു ഭാഗത്തിന് നമ്മൾ എടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഒബ്സർവേഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി. അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആ സിസ്റ്റത്തിന് ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് എക്സെപ്റ്റ് സിസ്റ്റം, അതിനെയാണ് സറൗണ്ടിങ്. അപ്പോൾ ഈ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ എങ്ങനെയാണ്? ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ബൗണ്ടറി വിച്ച് മേ ബി റിയൽ ഓർ ഇമാജിനറി. അതായത് നമുക്കൊരു പിക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സിനെ
കൂടിയിട്ട് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും. അപ്പോൾ യൂണിവേഴ്സിൽ തന്നെയാണ് സിസ്റ്റവും സറൗണ്ടിങ്സ് ഉള്ളത്. അപ്പോൾ ആ യൂണിവേഴ്സിൽ നിന്ന് എടുക്കുന്ന ചെറിയ ഭാഗത്തിന് സിസ്റ്റം എന്നും, ആ സിസ്റ്റം ഒഴിച്ച് ബാക്കി വരുന്ന യൂണിവേഴ്സിലെ ബാക്കി ഭാഗത്തിന് സറൗണ്ടിങ്സ് എന്നും പറയും. സിസ്റ്റവും സറൗണ്ടിങ്സും ചേർന്നാൽ യൂണിവേഴ്സ് എന്ന് പറയും. നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ഡയഗ്രാമാണ്. ഈ ക്ലോസ്ഡ് കണ്ടെയ്നറിലുള്ളതാണ് നമ്മൾ സിസ്റ്റമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത് സിസ്റ്റം. ഇനി അതൊഴിച്ച് ബാക്കി വരുന്ന ഭാഗത്തിന് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയും. ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? അപ്പം സിസ്റ്റം സറൗണ്ടിങ്സും ചേർന്നാൽ അല്ലെങ്കിൽ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പറയാം എന്താണ്, യൂണിവേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ്. അതായത് ഈ സിസ്റ്റത്തിന് നമ്മൾ പലതരത്തിൽ പല സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെട്രോജീനിയസ് സിസ്റ്റം, ഹോമോജീനിയസ് സിസ്റ്റം, അങ്ങനെ കുറേ നമ്മൾ പരിചയമുള്ളൊരു കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ. അത് അവയുടെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഫേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം, ഹെട്രോജീനിയസ് സിസ്റ്റം ഒക്കെ പറയണത്. ഒരേ ഫേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, സോളിഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഹോമോജീനിയസ്. ഇനി സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം അത് ഡിഫറെൻ്റ് അല്ലേ, 2 or more ഫേസസ് ഉണ്ട്, സ്റ്റേറ്റുകളുണ്ട്, അതിന് ഹെട്രോജീനിയസ് എന്ന് പറയും. ഇവിടെ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റത്തിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി എബിലിറ്റി ടു എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. സിസ്റ്റത്തിലുള്ള എനർജിയെയും സിസ്റ്റത്തിലെ മാറ്ററും സറൗണ്ടിങ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കഴിവിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ പറയുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ സിസ്റ്റം സറൗണ്ടിങ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് 2 ഏരോ മാർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ എനർജി എവിടുന്ന്, സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്, അതായത് സറൗണ്ടിങ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒപ്പം ആരുണ്ട്, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാം, ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എൻ ഓപ്പൺ വെസൽ. എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം കുറച്ച് വെള്ളം തണുത്തു പോകും അല്ലേ. അതിൻ്റെ എനർജി, ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് കുറഞ്ഞു, തണുക്കും. പിന്നെ കുറച്ച് നമുക്കറിയാം അത് വേപ്പറൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മാറ്ററും പോകുന്നുണ്ട് പുറത്തേക്ക്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഹീറ്റ് എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എനർജിയും മാറ്ററും സറൗണ്ടിങ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ് ത്രൂ ദി ബൗണ്ടറി. ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ, ഈ വെസലിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ വോൾസ് ആണ് എന്ത് പറയുന്നത്, വോളാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്, ഓപ്പൺ വെസലാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഓപ്പൺ സിസ്റ്റം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ടൈപ്പ് പറയണത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്താ കാണുന്ന ഏരോ മാർക്ക്, എനർജി മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ, മാറ്റർ ഉള്ളിൽ തന്നെയുണ്ട് അല്ലേ. ഇതൊന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വെച്ചിട്ട് നമ്മൾ അടപ്പ് വെച്ചിട്ട് നമ്മൾ മൂടിയിട്ടുണ്ട് കണ്ട, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സറൗണ്ടിങ്സ് ആയിട്ട് എനർജി മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമുക്കിത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. എന്താ സംഭവിക്കുക, വെള്ളമൊന്നും പുറത്തേക്ക് പോവില്ല അല്ലേ, പക്ഷേ എനർജി എനർജി സറൗണ്ടിങ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, എനർജി കുറയുന്നുണ്ട്, ചൂട് കുറയുന്നുണ്ട് അല്ലേ. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി ബട്ട് ആൻഡ് നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ് ത്രൂ ദി ബൗണ്ടറി. ഇതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ സിസ്റ്റം കാണിച്ചിട്ടുണ്ട്, എനർജി മാറ്ററും ഉള്ളിൽ തന്നെ അല്ലേ. അതും നമ്മളെ നല്ലൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിരിക്കുന്നുണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. സറൗണ്ടിങ്സിലേക്ക് മാറ്ററും പോകുന്നില്ല, എനർജിയും പോകുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം, ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ തെർമോസ് ഫ്ലാസ്ക്. എന്താ സംഭവിക്കുക, തെർമോസ് ഫ്ലാസ്കിലാവുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് ചൂട് അവിടെ നിലനിർത്തും അല്ലേ, പുറത്തേക്ക് പോവില്ല. മാറ്ററും എന്താവുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല സറൗണ്ടിങ്സ് ആയിട്ട്. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കനോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ് ത്രൂ ദി ബൗണ്ടറി. ഇതിനെയാണ് നമ്മൾ ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ, ഐസോലേറ്റ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കുറേ സമയം കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് തെർമോസ് ഫ്ലാസ്കിലാണെങ്കിലും ചൂടാറും അല്ലേ. അപ്പം ഒരു ഇൻസുലേറ്റഡ് വെസൽ അല്ലെങ്കിൽ തെർമോസ് ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഒരു ഐഡിയലി നമുക്ക് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഐസോലേറ്റഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഇവിടെ തന്നെ പറയാം, നമ്മുടെ യൂണിവേഴ്സലി നോ സെറ്റ് പെർഫെക്റ്റ്ലി ഐസോലേറ്റഡ് സിസ്റ്റത്തിന് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അതിൽ നമുക്ക് പറയാം ഇതിനെയാണ് നമ്മൾ ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സിസ്റ്റം ഇൻ തെർമോഡൈനാമിക് റിഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് ഇൻ വിച്ച് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. അതറിയാവുന്ന കാര്യം. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഐസോലേറ്റഡ് സിസ്റ്റം? എന്താണ് ഐസോലേറ്റഡ് സിസ്റ്റം? എന്താണ്
ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കനോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. ഇനി വേണമെങ്കിൽ നമുക്ക് മുൻപ് കണ്ട ആ പിക്ചറും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ച് ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനനുസരിച്ച് സിസ്റ്റംസ് എങ്ങനെയൊക്കെയുണ്ട്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ചില സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്നിങ് എ ഫ്യൂ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് എണ്ണം വളരെ കുറവായിരിക്കും. ചിലതിലാണെന്നുണ്ടെങ്കിലോ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മളതിനെ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്നും, കൂടുതലായിട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെ മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറയും. മൈക്രോസ്കോപ്പിക് സിസ്റ്റം അതുപോലെ മാക്രോസ്കോപ്പിക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ് സിസ്റ്റമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ എക്സ്പെരിമെൻ്റലി മെഷറബിൾ ആൻഡ് വിച്ച് enable us to define a system are called thermodynamic properties of the system. ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെഷറബിൾ ആയിട്ടുള്ള പല പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ പ്രോപ്പർട്ടീസിനെ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും കുറച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ച് മെഷർ ചെയ്താൽ നമുക്കതിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് property associated with collective behavior of large number of particles ആണ്. അതായത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ആറ്റംസും മോളിക്യൂൾസും അയോൺസും ഒക്കെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സഹായമായിട്ട് വരിക. അപ്പോൾ എപ്പോഴും നമ്മൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിൽ തെർമോഡൈനാമിക്കലി സിസ്റ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ രണ്ട് തരത്തിലുള്ള സിസ്റ്റംസാണ് നമുക്ക് പറയാം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും. ദ പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് ആയി കഴിഞ്ഞാൽ അവയെ നമുക്ക് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണെന്ന് പറയാം. ഇനി എന്താണ് എക്സ്റ്റെൻസീവ്, എന്താണ് ഇൻറ്റൻസീവ് എന്ന് നമുക്ക് നോക്കാം. The properties which depend on the amount of matter present in the system. നമ്മുടെ സിസ്റ്റത്തിലുള്ള എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ദ പ്രോപ്പർട്ടി വിച്ച് ചേഞ്ച് വെൻ ദ സിസ്റ്റം ഈസ് ഡിവൈഡഡ്. അതായത് ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചേഞ്ച് സംഭവിക്കാം. അതായത് സിസ്റ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ചേഞ്ചസ് സംഭവിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണ്, ബ്രോഡ് ടുഗദർ, അല്ലെങ്കിൽ നമ്മൾ അവയെ ഐഡൻറ്റിക്കൽ പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അവയുടെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലെ വാല്യൂ ഓഫ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വിൽ റിമെയിൻ ദ സെയിം ആയിരിക്കും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. പക്ഷേ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വിൽ ചേഞ്ച്. എന്തുകൊണ്ടാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുമോ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ആ ഒരു നേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിലും ചേഞ്ചസ് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് അഡിക്റ്റീവ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ വോളിയം, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എച്ച് ആണ്, എൻട്രോപ്പിയസ്, ഈ ടേമുകളൊക്കെ നമ്മളിവിടെ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് എൻതാൽപ്പി, എന്താണ് ഇൻറ്റേർണൽ എനർജി, എന്താണ് എൻട്രോപ്പി എന്നൊക്കെ. അതുപോലെ ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇത്രയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ സിസ്റ്റം. ഇൻഡിപെൻഡൻറ്റ്, ഇൻറ്റൻസീവ്, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ ഇവയ്ക്ക് എന്ത് ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല അല്ലേ. പ്രോപ്പർട്ടി വിച്ച് ഡു നോട്ട് ചേഞ്ച് വെൻ ദ സിസ്റ്റം ഈസ് ഡിവൈഡഡ്, നോട്ട് അഡിക്റ്റീവ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, വോളിയം, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്
മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിൽ രണ്ടായിട്ട് നമ്മൾ പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവും, അല്ലാത്തവയെ നമ്മൾ ഇൻറ്റൻസീവ്. എക്സാമ്പിൾസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എക്സാമ്പിൾസ് എന്താണ്, അതുപോലെ ഇൻറ്റൻസീവിൻ്റെ എക്സാമ്പിൾ. നമ്മൾ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തും എന്തൊക്കെയാണ് അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റും കൂടെ നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഈക്വൽ ടു ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അവയുടെ റേഷ്യോ എടുക്കാമെന്ന് വിചാരിക്കുക, അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് ഡെൻസിറ്റി ഇവിടെ നോക്കൂ, എന്താണ്, അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി അല്ലേ. എങ്ങനെയാണ് ഡെൻസിറ്റി കിട്ടുന്നത്? m/v, അതായത് മാസ് ബൈ വോളിയം. മാസും വോളിയം എന്ന് പറയുന്നത് എന്താ, ഒരു എക്സ്റ്റെൻസീവ്. അപ്പോൾ 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അടുത്തത് ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ പറ്റി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഈസ് ഡാഷ്. ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ, മാസ് എന്നിവയൊക്കെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഏതാണ് എന്ന് എടുത്തെഴുതണം. നമുക്കറിയാം ഡെൻസിറ്റി, അതുപോലെ തന്നെ പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാസ്സാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സം മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ. ഹെൽപ്പ് റീന ടു ക്ലാസിഫൈ ദം ഇൻ ടു 2 ഗ്രൂപ്പ്സ് അണ്ടർ സ്യൂട്ടബിൾ ടൈറ്റിൽസ്. കണ്ടോ, നമുക്ക് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ എന്നേ തന്നിട്ടുള്ളൂ. എക്സ്റ്റെൻസീവ് ആണ് ഇൻറ്റൻസീവ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഏത് കാറ്റഗറിയിൽ പെടുന്ന പ്രോപ്പർട്ടീസ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഏതൊക്കെ വരും? ഹീറ്റ് കപ്പാസിറ്റി, എൻട്രോപ്പി. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സർഫസ് ടെൻഷൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിലാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5th one. Classify the following into intensive and extensive property. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ടും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ എനർജി എന്താണ്? ഇൻറ്റേർണൽ എനർജി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ദെൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് ഹീറ്റ് കപ്പാസിറ്റി. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ്. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ടെമ്പറേച്ചർ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റേർണൽ എനർജി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഗിവ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച്. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മുൻപ് 2014 ഇപ്പോൾ പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണിത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച്. നമുക്ക് ധാരാളം എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 പഠിക്കാം. അടുത്തതായിട്ട് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ സേയിങ് ദാറ്റ് പ്രഷർ ഈസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. പ്രഷർ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണെന്ന് പറയാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഡിഫറൻസ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റീവാണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, നോൺ അഡിറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് 2 സിസ്റ്റം നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഓഫ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ്, വിൽ റിമെയിൻ ദ സെയിം ആയിരിക്കും. ഇവിടെ പ്രഷർ ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഡസ് നോട്ട് ചേഞ്ച് വെൻ ദ സിസ്റ്റം ഈസ് ഡിവൈഡഡ്. സിസ്റ്റം ഡിവൈഡ് ചെയ്താലും പ്രഷർ എന്ന് പറയുന്നത് എന്ത് വരില്ല, പ്രഷറിനൊരു ചേഞ്ചസും വരുന്നില്ല. അതുകൊണ്ട് അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മനസ്സിലായല്ലോ. നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് പഠിച്ച പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പ്രഷർ ഓഫ് സിസ്റ്റം ഡസ് not change when the system is divided, so it is an intensive property. Okay, നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റ് തെർമോഡൈനാമിക്സിൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. It refers to the set of thermodynamic variables, that is macroscopic property. Thermodynamic variables എന്ന് പറയുമ്പോൾ macroscopic property ആണ്. അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, കോമ്പോസിഷൻ, ഡെൻസിറ്റി തുടങ്ങിയ. അപ്പോൾ ഇവരാണ് സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അതായത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ഹാവ് ഡെഫിനിറ്റ് വാല്യൂ, ഡെഫിനിറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് അതായത് ചേഞ്ച് ഇൻ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് വേരിയബിൾ ഉപയോഗിച്ച് നമുക്കൊരു സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്കൊരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അവയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ ഇവിടെ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചാൽ, അതായത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയിൽ ചേഞ്ചസ് സംഭവിച്ചാൽ സ്റ്റേറ്റിനും ചേഞ്ച് സംഭവിക്കും. ഇനി അടുത്ത പഠിക്കുന്ന 2 ടേമുകളാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വാരിയബിൾ, പാത്ത് ഫംഗ്ഷൻ ഓർ പാത്ത് വാരിയബിൾ. എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഫംഗ്ഷൻ ഓർ എ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ആൻഡ് നോട്ട് ഓൺ ദി പാത്ത് ഫോളോഡ്. അതെങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി, അതൊന്നും വിഷയമില്ല. ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ എനർജി എന്താണ്, ഫൈനൽ സ്റ്റേറ്റിലെ എനർജി എന്താണ്, ഇത് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവയെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെറ്റ് ടു ബി സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇഫ് ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് വാല്യൂ ഡ്യൂറിംഗ് ദ പ്രോസസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത്. അതിന് എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് പാത്ത് ഫംഗ്ഷൻ നോക്കാം. ദീസ് ആർ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ്. എങ്ങനെയാണ് പാത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്, സൈക്ലിക് ആയിട്ടാണോ അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് പാത്ത് ഫംഗ്ഷൻ ഓർ പാത്ത് വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. എന്താണ് അതിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ഫ്രം പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ. എ ഫംഗ്ഷൻ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ആൻഡ് നോട്ട് ഓൺ ദി പാത്ത് ഫോളോഡ് ഈസ് കോൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. എക്സാമ്പിൾ നമ്മൾ എടുത്ത് എഴുതാം. പാത്ത് ഫംഗ്ഷൻ, ദീസ് ആർ ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ് ഓൾസോ, ഹീറ്റ് ആൻഡ് വർക്ക് എക്സാമ്പിൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.